നീ വലിയ കഥാകൃത്തല്ലേ, എഴുത്. കത്തുകളുടെ രൂപത്തിൽ ഒരു പ്രേമകഥ. ഈ കത്തുകൾ വായിച്ചാൽ ഇന്ദിര മനസ്സിലാക്കണം നീ മറ്റൊരു പെണ്ണുമായി ഒടുക്കത്തെ പ്രേമത്തിലാണെന്ന്. അങ്ങനെ ഒരു കത്തെഴുതിയാലൊന്നും ഇന്ദിര വിശ്വസിക്കില്ല തമ്പുരാനെ. അതൊക്കെ ഞാൻ വിശ്വസിപ്പിച്ചോളാം, നീ എഴുത്. എന്റെ പ്രിയപ്പെട്ട പ്രിയൂർ മാങ്ങയുടെ കഴുതേ. കഴുതേന്നാ? ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേരെഴുതലാ കഴുതേ. ഇന്ദിര. അയ്യോ, വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേരെഴുത്. അന്നൊരു പേര് പറ. ഉണ്ണി. അതൊരാണിന്റെ പേരല്ലേ? വസന്ത. അത് കോഴിക്ക് വരുന്ന ഒരു അസുഖ. വസുമതി. അതൊരു അരിയുടെ പേരാ. വസുമതി. അത് മതി. മതി മതി മതി. സുരാഗണിയുടെ സു. ഇനി വസുമതി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടാവോ? വസുമതി എന്നൊക്കെ ആരെങ്കിലും പേരിടുകൂടാ. എന്നാ പോട്ടെ. എന്ന് സ്വന്തം ചന്തു. അടുത്തുള്ളതിനേക്കാൾ എനിക്ക് അകലെയുള്ളതിനെയാണ് ഇഷ്ടം എന്ന് പ്രത്യേകം എഴുതിയോ? പിന്നെ എങ്കിൽ അഡ്രസ് എഴുതിക്കോ. വസുമതി, കേരളം. കേരളം എന്ന് മാത്രം വെച്ച് ആരെങ്കിലും വിശ്വസിക്കോ? ചെയ്യുന്നത് ക്ഷുദ്രക്രിയയാണെങ്കിലും അതിലും വേണം ഒരു സത്യസന്ധത. ഒരു പോസ്റ്റ് ഓഫീസിന്റെ അഡ്രസ് വേണ്ടേ? ഈ കൊത്തിയതോട്, എളമക്കര, അങ്ങനെ എന്തെങ്കിലും തോടോ കാടോ കരയോ വേണ്ടേ? എന്നാ പിടിച്ചോ, തോട്ടക്കാട്ടുകര പിയോ, കേരളം. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവോ? ഇല്ലല്ലേ? നീ ധൈര്യമായിട്ട് എഴുത്. പിന്നെ നീ കുറെ ഒലത്തും. എടാ, മനുഷ്യനായ കുറച്ചൊക്കെ വകതിരിവ് വേണം. അവള് വന്നില്ലേ? വരുന്നുണ്ട്. പിന്നെ നീ കുറെ ഒലത്തും. എടാ, മനുഷ്യനായ കുറച്ചൊക്കെ വകതിരിവ് വേണം. എന്താച്ചാ മോളെ, ഇന്ന് പാടത്ത് മരുന്നടിക്കേണ്ട ദിവസമാ. അതിനിടെ ഇവന് ചന്തക്കമലെ പോണത്ര കത്ത് പോസ്റ്റ് ചെയ്യാൻ. ഈ പോക്ക് പോയാൽ ഇവൻ 3 ദിവസം കഴിഞ്ഞ് വരും എനിക്കറിയില്ലേ. ഇങ്ങോട്ട് വാ മോളെ, കോളേജിൽ പോണ വഴിക്ക് ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്തേരേ. എങ്ങനെയുണ്ടടാ തമ്പുരാന്റെ അഭിനയം? എന്റെ പ്രിയപ്പെട്ട വസുമതിക്ക് തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണ്. ആ വിങ്ങുന്ന മനസ്സാണ് എന്നെ ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, അവളത് തുറന്നു വായിക്കും. അവക്ക് സങ്കടമായെന്ന് തോന്നുന്നു. പാവം കരയണ കണ്ടില്ലേ? ഇവളുടെ തന്തയായ എനിക്കില്ലാത്ത ദണ്ണം എന്തിനാണ് അതിനൊക്കെ? അതുമല്ല, നിന്റെ ഭാര്യയായിട്ട് ഇവൾ ജീവിതകാലം മുഴുവൻ കണ്ണീരൊഴുക്കുന്ന ഓർത്തോ? അപ്പോ ഇപ്പൊ ഈ ഒഴുക്കുന്നത് ആനന്ദ കണ്ണീരായിട്ട് വേണ്ടേ കരുതാൻ? വേണം തമ്പുരാൻ. ഗുഡ് ബോയ്. ജയിച്ചടാ, ജയിച്ചു. അങ്ങനെ ഒരു പെണ്ണുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. അതുകൊണ്ടല്ലേ അവൾ ആ കത്ത് പോസ്റ്റ് ചെയ്തത്. ഇനി ഈ വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അതിനുള്ള മരുന്ന് എന്താണെന്നറിയാവോ? എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം. നീ വണ്ടി വിട്, അറിയാവുന്ന പണി ചെയ്യേ. അങ്ങനെ ഇതുവരെ ജനിച്ചിട്ടില്ലാത്തൊരു വസുമതിയുടെ പേരിൽ ഭൂമിയിലെങ്ങുമില്ലാത്ത തോട്ടക്കാട്ടുകരയിലേക്ക് ഞാൻ നിരവധി കത്തുകൾ എഴുതി. ഇനി എന്ത് ചെയ്യണം സാർ? അതെന്നോടാ ചോദിക്കുന്നത്, താൻ പറയൂ. ഇത്ര സംഭവിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ ഉണ്ടാക്കാം സാർ. അതൊന്നും വേണ്ട. ഒരുമാതിരി ഉടായ്പ പ്രേമവും അതിലൊരു വില്ലനും ഈ മാതിരി കഥയൊന്നും എനിക്ക് ശരിയാവില്ല. താനൊരു ഹൊറർ മൂഡുള്ള ഒരു സബ്ജക്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ. ഇപ്പോ ഒരു പറക്കും തളിക വരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സബ്ജക്ട്. തറക്കുംപളി ഉണ്ട് സാർ. അല്ല, പറക്കും തളി ഉണ്ട് സാർ. അതെ, ഒരു ഹൊറർ മൂഡുള്ള രാത്രി ഒരു പറക്കും തളിക ഇങ്ങനെ പറന്നു വരുന്നു. ആഹാ, ക്യാമറ താഴേക്ക് വരുന്നു. ഒരു പടുകൂറ്റം ബ്ലങ്കാവ്. ബ്ലങ്കാവ് അല്ലടോ, വീട്. സോറി സാർ, വീട്. അവിടെയാണ് ഈ ചന്തുവും തമ്പുരാനും ഇന്ദിരയൊക്കെ താമസം. എന്നിട്ട് പിന്നെ ബാക്കി കഥ ഇത് തന്നെയാണ് സാർ. പിന്നെ പറക്കുന്ന കോപ്പണെന്നൊക്കെ താൻ പറഞ്ഞതോ? സാർ, അത് ഇതിന്റെ അവസാനം വരുന്നുണ്ട് സാർ. ഗസ്റ്റ് റോൾ ആർട്ടിസ്റ്റ് ആണ്. താൻ എഴുന്നേറ്റ്. ഉണ്ണിക്കഥകളുണ്ട് സാർ. സാർ അതല്ല സാർ, ഐ ഹാവ് സോ മെനി സ്റ്റോറീസ് സാർ. ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഡിങ്കറ്റ്. സാർ, ഇതിന് സെക്കൻഡ് പാർട്ട് പറയട്ടെ സാർ. ഒരു കാര്യം പറയട്ടെ സാർ, ബൈബിൾ നാടകത്തിന് ഹൊറർ ഉണ്ട് സാർ. എടുക്കട്ടെ സാർ. അയ്യോ,